السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى. صدق الله مولانا العظيم. ازهد في الدنيا يحبك الله وازهد فيما في أيدي الناس يحبك الناس. صدق رسول الله. ازهد ولا فقد علاقة قلبك بالمال لا فقد له تك أعقلا. والزهد أحسن منصب بعد التقى وبه ينال مقام أرباب العلا. ومحب دنيا قائل أين الطريق أين الخلاص كمسكر شرب الطلا. أرحم الراحماയ നാഥ, ഗഫാറും സത്താറുമായ തമ്പുരാനെ, പാപങ്ങളേറെ പൊറുക്കുന്ന റഹ്മാനെ, ഞങ്ങളുടെ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. നിന്റെ അനുഗ്രഹീത ഭവനത്തിൽ, അനുഗ്രഹീത മാസത്തിൽ, അനുഗ്രഹീത സുദിനത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട സകലരെയും നീ ജന്നത്തുൽ ഫിർദൗസിന്റെ വക്താക്കളായി കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിൽ അനുസരിച്ച് ജീവിക്കാൻ, നിന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കാൻ, നിന്റെ വിശുദ്ധ ദീനിന്റെ സൽസരണിയിലൂടെ മുന്നേറാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈമാനിന്റെ പ്രഭ അണഞ്ഞു പോകുന്ന, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നിന്നോടുള്ള ആദരവ്, നീ ആദരിക്കാൻ പറഞ്ഞവരോടുള്ള ആദരവ്, നീ ബഹുമാനിക്കാൻ പറഞ്ഞ ദിവസങ്ങളെ, സമയങ്ങളെയൊക്കെ
ബഹുമാനിക്കാനുള്ള ഈമാനികമായ അറിവ്, കരുത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റബ്ബേ. രോഗികൾക്ക് ശമനം നൽകണേ റബ്ബേ. നിന്റെ ത്വഅത്തിലായി അവർക്കും ഞങ്ങൾക്കും ദീർഘായുസ് നീ കനിഞ്ഞരുളണമേ റഹ്മാനെ. ഞങ്ങളുടെ വ്യവഹാരങ്ങളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ, തൊഴിലുകളിലൊക്കെ നീ സമാധാനവും ശാന്തിയും ഇറക്കിത്തരണേ തമ്പുരാനെ. മരിച്ചുപോയവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂട്ടി ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ റഹ്മാനെ. പ്രിയമുള്ള വിശ്വാസികളെ, നമ്മുടെയൊക്കെ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റമളാൻ കൂടി കനിഞ്ഞരുളിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ പള്ളിയിൽ തന്നെ ഈ വിനീതന്റെ നോട്ടത്തിൽ കാണാൻ സാധിക്കും വിധം വന്നിരുന്ന ഒരുപാട് വിശ്വാസികൾ ഇന്ന് മൺമറഞ്ഞുപോയി. എന്തിനധികം ഈ റമളാനിനെ വരവേൽക്കാനൊരുങ്ങിക്കാത്തിരുന്ന പലരും യാത്ര പോയി. ഈ റമളാനിന് വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി കാത്തിരുന്നവർ ഈ വിശുദ്ധ മാസത്തിലില്ലാത്ത അവസ്ഥ. ഉദാഹരണത്തിന് പറഞ്ഞോട്ടെ, എന്റെ നാട്ടിലെ ജമാഅത്ത് സെക്രട്ടറി പള്ളിയുടെ പുനർനിർമ്മാണം നടക്കുകയായിരുന്നു. നോമ്പിന്റെ ഒരു മാസക്കാലം മുമ്പ് തന്നെ വളരെ ആവേശത്തോടുകൂടെ തിരക്ക് പിടിച്ച് പള്ളിയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓടിയപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, ഈ നാട്ടിലെ എല്ലാ മുസ്ലിമീങ്ങളുടെയും പള്ളിയല്ലേ, നിങ്ങൾ മാത്രം എന്തിനാണ് ഇങ്ങനെ ക്ഷീണിച്ച് പ്രയാസപ്പെടുന്നത്? അദ്ദേഹം പറഞ്ഞ വാക്ക്, മരിച്ചു ചെന്ന് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ട അമലൊന്നും നമ്മിലില്ലല്ലോ. നിന്റെയൊക്കെ കൈപിടിച്ച് എനിക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കണമെങ്കിൽ കുറച്ചൊക്കെ അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. നീ ബുദ്ധിമുട്ടണ്ട, റമളാൻ വന്നു കഴിഞ്ഞാൽ, പിന്നെ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണ വിശ്രമത്തിലായിരിക്കും, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. റമളാനിന്റെ 3 ദിവസം മുമ്പ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വന്ന് ഞങ്ങളുടെ പള്ളി ഉദ്ഘാടനം ചെയ്തു. റമളാനിന്റെ ആരംഭത്തിൽ തന്നെ ഒരു വശം കുഴഞ്ഞുപോയി, അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹം വിശ്രമത്തിനായി മണ്ണറയിലേക്ക് മാറി താമസിച്ചിരിക്കുകയാണ്. ഈ റമളാനിന് വേണ്ടി വിശ്വാസികൾക്ക് ആരാധന നടത്താൻ പള്ളി സജ്ജീകരിച്ച് അദ്ദേഹം ഒരുങ്ങിയിട്ട് ഈ മാസത്തിൽ നമ്മോടൊപ്പം ഇല്ല. ഇങ്ങനെ ഒരുപാട് ആളുകൾ അള്ളാഹു അദ്ദേഹത്തിനും നമ്മിൽ നിന്നും മരിച്ചുപോയവർക്കുമൊക്കെ മർഹമത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഇതൊരു വലിയ ഭാഗ്യമായി നാം മനസ്സിലാക്കണം. ഈ റമളാൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഒരു സർവീസ് കാലമാണ്. വാഹനങ്ങളെല്ലാം നിശ്ചിത കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ സർവീസ് വേണം. ഇതുപോലെ 11 മാസക്കാലം ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യവണ്ടി, മനുഷ്യനാകുന്ന വാഹനത്തിന്റെ ബോഡിയും എഞ്ചിനും അതിൽ വന്ന തകരാറുകൾ, അതേ ശരീരത്തിലും മനസ്സിലും വന്ന തകരാറുകൾ പരിഹരിക്കാൻ, കുറ്റങ്ങളും കുറവുകളും കുഴപ്പങ്ങളും പരിഹരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വച്ച സർവീസ് സ്റ്റേഷനാണ് റമളാൻ മുബാറക്. സർവോപരി അല്ലാഹുവിന്റെ പൊതുമാപ്പാണ് ഈ വിശുദ്ധ മാസം. രാജ്യങ്ങളൊക്കെ പൊതുമാപ്പ് പ്രഖ്യാപിക്കാറുണ്ട്. പൊതുമാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമങ്ങൾ ലംഘിച്ച് ഒരു രാജ്യത്ത് താമസിക്കുമ്പോ രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കാതെ അനുസരിക്കാതെ കഴിയുമ്പോൾ രാജ്യങ്ങൾ പൊതുമാപ്പ് പ്രഖ്യാപിക്കും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? അധികാരി വർഗത്തിന്റെ മുന്നിൽ പോയി സറണ്ടറായാൽ മാത്രം മതി, മാപ്പ് ലഭിച്ച് നാട്ടിലേക്ക് പോരാ, പിന്നെ ശിക്ഷയില്ല. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികളായ വിശ്വാസികൾക്ക് വേണ്ടി
പ്രഖ്യാപിച്ചിരിക്കുന്ന പൊതുമാപ്പ് കാലമാണ് റമളാൻ മുബാറക്. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ സറണ്ടറായാൽ അള്ളാഹു മാപ്പ് തരും, നിരുപാധികം മാപ്പ് തരും. അതിനുവേണ്ടി ഒരുക്കിയ അവസരമാണ് റമളാൻ മുബാറക്. അതിന് 27-ാം രാവ് കാത്തിരിക്കേണ്ട ആവശ്യം ഇല്ല. റമളാനിന്റെ തുടക്കത്തിൽ തന്നെ ഈ പൊതുമാപ്പ് ലഭിക്കും. നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ നളറല്ലാഹു അസ്സ വജല്ല ഇലൈഹിം വമൻ നളറല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബുഹു അബദാ. ഇമാം ബൈഹഖിയും മറ്റും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിന്റെ ആദ്യത്തെ രാവ് വന്നാൽ, റമളാനിന്റെ ചന്ദ്രോദയം നടന്നാൽ, ആ ആദ്യത്തെ രാത്രിയിൽ തന്നെ നളറല്ലാഹു അസ്സ വജല്ല ഇലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാരിലേക്ക്, വിശ്വാസികളിലേക്ക് ആകെ ഒരു ഒറ്റ നോട്ടം നോക്കും. അനുഗ്രഹത്തിന്റെ, കാരുണ്യത്തിന്റെ നോട്ടം റബ്ബ് നോക്കും. വമൻ നളറല്ലാഹു ഇലൈഹി, അല്ലാഹുവിന്റെ നോട്ടം ഏതൊരുവനിൽ പതിച്ചുവോ ലം യുഅദ്ദിബുഹു അബദാ, അവന് പിന്നെ അദാബ് ഭയക്കേണ്ടതില്ല, അല്ലാഹുവിന്റെ കോപവും ശിക്ഷയും അവൻ പേടിക്കേണ്ട കാര്യമില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആദ്യ രാവിൽ തന്നെ പൊതുമാപ്പിന്റെ ഭാഗമായി നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരെല്ലാം ഈ മാസത്തെ വരവേറ്റുകൊണ്ട് റമളാൻ പിറക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിനവർ ഒരുങ്ങിത്തയ്യാറായിരുന്നു. എങ്ങനെ ഒരുങ്ങിത്തയ്യാറായിരുന്നു? സാധാരണ ഒരു മാസത്തേക്ക് വേണ്ട അരി 50 കിലോ ആണെങ്കിൽ, അല്ല 25 കിലോ ആണെങ്കിൽ അതിന്റെ ഇരട്ടി വാങ്ങിക്കൊണ്ട്, ധാന്യപ്പൊടികൾ എത്ര അളവിലാണ് സാധാരണ ഒരു മാസത്തിൽ ആവശ്യമുള്ളത് അതിന്റെ ഇരട്ടി വാങ്ങിക്കൊണ്ട്, വീടെല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടുള്ള ഒരുക്കം മാത്രമല്ല അവർ നടത്തിയത്. റമളാൻ വരുന്നതിന്റെ മുമ്പ് ഹജ്ജിന് പോകാൻ കാത്തു നിൽക്കുന്ന, ഒരുങ്ങി നിൽക്കുന്ന വിശ്വാസി ഏത് പ്രകാരം ഒരുങ്ങുമോ അതുപോലെ ഒരുങ്ങിക്കൊണ്ട് മുസ്ലിം സഹോദരന്മാർക്കിടയിലുള്ള പിണക്കങ്ങൾ, വഴക്കുകളെല്ലാം തീർത്തുകൊണ്ടാണ് അവർ റമളാനിനെ സ്വീകരിച്ചിരുന്നത്. മഹാന്മാർ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു വിശ്വാസിയോട് പിണങ്ങിയ അവസ്ഥയിൽ, വഴക്കുള്ള അവസ്ഥയിൽ റമളാൻ സ്വീകരിക്കുന്നതിന് ഞങ്ങൾ ഭയപ്പെടുകയാണ് എന്നാണ് മഹാന്മാർ പറഞ്ഞത്. അങ്ങനെ ആവേശത്തോടെ അവർ റമളാനിനെ സ്വീകരിച്ചു. റമളാനിന്റെ നിലാവ് കാണാനൊക്കെയുണ്ടായിരുന്ന ആവേശം, നമുക്ക് റമളാൻ നിലാവ് കാണാൻ വലിയ ആവേശമൊന്നും ഉണ്ടാവില്ല. ഇനി ശവ്വാലിന്റെ നിലാവാണെങ്കിൽ ഒന്ന് നോക്കിക്കളയാം. മറ്റേത് പട്ടിണിക്കുള്ള ഒരുക്കല്ലേ, അതിപ്പോ ആരെങ്കിലും വല്ലാക്കന്മാര് കണ്ടോളും, നമ്മളങ്ങനെ ബുദ്ധിമുട്ടണ്ടെന്നാ ചിന്തിക്കുക. അവർ ശവ്വാലിന്റെ ചന്ദ്രോദയം കാണുന്നതിനേക്കാൾ അവർക്ക് ആവേശം, സഹാബത്തിന് റമളാൻ നിലാവ് കാണാനായിരുന്നു ആവേശം. ചരിത്രത്തിൽ കാണാം, കുട്ടികളും യുവാക്കളും വൃദ്ധന്മാരുമൊക്കെ ആ മരുഭൂമിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അവർ നോക്കി നിൽക്കുകയാണ്. റമളാൻ പിറക്കട്ടെ, ആവേശം ആകട്ടെ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 100 വയസ്സിലധികം ജീവിച്ച സ്വഹാബിയാണ്. അവസാന കാലത്ത് വഫാത്തായ, പിൽക്കാലത്ത് വഫാത്തായ സ്വഹാബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 10 വർഷം പ്രവാചകർക്ക് ഖാദിമായി നിലകൊണ്ട മഹാനായ സ്വഹാബി വര്യൻ ഉംറുഹു ഫൗഖൽ മിഅതി എന്ന് ചരിത്രത്തിൽ കാണാം. 100 വയസ്സ് കഴിഞ്ഞ സമയത്ത് ഒരു റമളാൻ വരികയാണ്. ചെറുപ്പക്കാരൊക്കെ മാസം കാണാൻ വേണ്ടി വൈകുന്നേരം മഗ്രിബ് നമസ്കാരാനന്തരം ഒരുങ്ങിയപ്പോ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും നടക്കാൻ വയ്യ. അങ്ങനെ മാസം കാണാൻ വേണ്ടി ചെന്ന് ആരും നിലാവ് കാണുന്നില്ല. 100 വയസ്സ് കഴിഞ്ഞ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിലാവ് കാണും. ഞാൻ കാണുന്നുണ്ടല്ലോ. എല്ലാരും പറഞ്ഞു, എവിടെതാ? അതെ, ആ നിൽക്കുന്നു. എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി, കാണുന്നില്ല. ഞാൻ കാണുന്നുണ്ടല്ലോ. അപ്പൊ ചെറുപ്പക്കാര് കണ്ണിന് കാഴ്ചയുള്ള ആരും കാണുന്നില്ല. ഈ 100 കഴിഞ്ഞ അനസ് റളിയല്ലാഹു അൻഹു മാത്രമേ കാണുന്നുള്ളൂ. എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഖാദി ഇയാസ്, അന്നത്തെ ജഡ്ജ്, ചെറുപ്പക്കാരനാണ്, യുവാവാണ്. അദ്ദേഹം വന്നിട്ട്
ആ പുരികൊക്കെ ഒന്ന് തടവി കൊടുത്ത് കണ്ണൊക്കെ ഒന്ന് തടവിയിട്ട് പറഞ്ഞു, ഇനി നിങ്ങളൊന്ന് നോക്കൂ, കാണുന്നുണ്ടോ? അപ്പൊ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു നരബാധിച്ച ഒരു പുരികമുടിയായിരുന്നു വില്ലനായത്, അതാ കണ്ടത്. അപ്പൊ ഇതിൽ അവരെ ആവേശമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാല് നമുക്ക് ദിവസം 30 തികക്കാമല്ലോ, മിസ്സായി പോവില്ലല്ലോ, റമദാൻ നമുക്ക് നഷ്ടമാവില്ലല്ലോ. അവരുടെ ആവേശം അത്ര വലുതായിരുന്നു. ഇനി വന്നാലോ, റമദാൻ വന്നു കഴിഞ്ഞാലോ അവർ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. എങ്ങനെയൊക്കെ സന്തോഷം പ്രകടിപ്പിച്ചു? പള്ളികളെല്ലാം ദീപാലങ്കാരം നടത്തിക്കൊണ്ട് വിളക്ക് കത്തിച്ചുകൊണ്ട് അവർ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. ഇത് നബി ചെയ്തതല്ല കേട്ടോ, സ്വഹാബികൾ ഇത് ചെയ്തിട്ടുണ്ട്. അറബ് ലോകത്തൊക്കെ സാർവത്രികമാണ് ഈ രീതി. ഇന്നും റമദാൻ മുബാറക്ക് വന്നാൽ പള്ളിയൊക്കെ ലൈറ്റ് കൊണ്ട് അലങ്കരിക്കും. ഇസ്ലാമികമായി സഹാബത്തിൽ നിന്ന് പൈതൃകവും പാരമ്പര്യവുമായി കിട്ടിയ ഒരു നല്ല ബിദ്അത്താണ് വാസ്തവത്തിൽ അത്. ആദ്യമായി ഈ ഒരു കീഴ്വഴക്കമുണ്ടാക്കിയത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി മദീന പള്ളിക്ക് ചുറ്റും വിളക്ക് കത്തിച്ചു. പിറകെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ ചുറ്റുമാണ് വിളക്ക് കത്തിച്ചതെങ്കിൽ മഹാനായ അലിയാർ തങ്ങൾ മദീന പള്ളിക്കകത്ത് ധാരാളം വിളക്കുകൾ കത്തിച്ചുകൊണ്ട് റമദാനിനെ സ്വീകരിച്ചു. മാത്രല്ല അലിയാർ തങ്ങളുടെ ഒരു ദുആണ്ട് റൗളയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, നവ്വറല്ലാഹു ഖബറക യാ ഉമർ കമാ നവ്വർത മസാജിദഹു. അല്ലയോ ഉമർ എന്നവരെ, താങ്കളുടെ ഖബറിന്റെ അകം അല്ലാഹു പ്രകാശം പരത്തട്ടെ, പ്രകാശം നിറക്കട്ടെ. കമാ നവ്വർത മസാജിദഹു, അല്ലാഹുവിന്റെ പള്ളി താങ്കൾ പ്രഭ പരത്തിയതുപോലെ വെളിച്ചമാക്കിയതുപോലെ താങ്കളുടെ ഖബറിനകം അല്ലാഹു വെളിച്ചം നിറച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. റസൂൽ ഇങ്ങനെ കത്തിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്തിനാ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ? റമദാനിന്റെ മുന്നൊരുക്കായി കഴിഞ്ഞ വർഷം കുറച്ച് ദീപാലങ്കാരങ്ങളൊക്കെ വിളക്കൊക്കെ കത്തിച്ചപ്പോ പെരുമ്പാവൂർ പള്ളി ഇപ്പൊ കള്ളുഷാപ്പില് ബൾബ് കത്തിക്കുന്നത് പോലെ കത്തിക്കുക എന്നൊക്കെ ഓരോരുത്തരും പറയാം. കള്ളുഷാപ്പ് പോയി നല്ല ശീലമുള്ള ആളുകളായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക. എന്താവട്ടെ, അതൊന്നും വിമർശിക്കേണ്ട കാര്യമല്ല. ഒരുപാട് ബിദ്അത്തുകൾ ഉണ്ടല്ലോ, ഭാഷാപരമായ ബിദ്അത്ത്, ദീനിലെ ബിദ്അത്തല്ല. പ്രവാചകർ വിലക്കിയവ കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും പിഴവാണ്, എല്ലാ പിഴവും നരകത്തിലേക്കാന്ന് പറഞ്ഞ ബിദ്അത്തിൽ ഇത് പെടൂല. ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ എല്ലാ ബിദ്അത്തും പിഴവും നരകത്തിലേക്കുമാണ് എന്നാണ് ഹദീസിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഹദീസിനോട് യോജിക്കുന്ന, ഖുർആനിനോട് യോജിക്കുന്ന പുതുപുത്തൻ കാര്യങ്ങൾ. എന്തിനാ? നമ്മുടെ തറാവീഹും ബിദ്അത്തല്ലേ? പ്രവാചകരുടെ സുന്നത്തിൽ തറാവീഹ് നിർത്തിവെച്ചതാണ് കാണാൻ സാധിക്കുന്നത്. ആ ഏർപ്പാട് സ്റ്റോപ്പ് ചെയ്തു. ജമാഅത്തും വേണ്ട, പള്ളിയിലെല്ലാവരും ഒന്നിച്ചു വരും വേണ്ട. ഇതാണ് പ്രവാചകന്റെ സുന്നത്ത്. അവിടെ നിന്ന് ആദ്യം ഒന്ന് കാണിച്ചു, പിന്നൊന്ന് കാണിച്ചു, അവസാനം കാണിച്ചതല്ലേ തെളിവ്. അതുകൊണ്ട് തറാവീഹിന് 8 ആയാലും 20 ആയാലും ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഈ ഒരു കീഴ്വഴക്കം, ഒരു ഇമാമിന്റെ പിറകിൽ സംഘടിതമായി തറാവീഹ് നമസ്കരിക്കുന്ന രീതി ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തിവെച്ച ഏർപ്പാടാണ്. പിന്നെ എങ്ങനെ ഇത് തുടങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പള്ളിയിൽ തറാവീഹ് ഇല്ല, വഫാത്ത് വരെയില്ല. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് വരെയും മദീന പള്ളിയിലോ മക്ക പള്ളിയിലോ തറാവീഹ് ജമാഅത്തായിട്ടില്ല. പിറകെ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി ഒരിക്കൽ രാത്രി നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയപ്പോ രാത്രി ഇങ്ങനെ കറക്കണ്ടല്ലോ, ആ കറക്കത്തിനിടയിൽ പള്ളിയുടെ പരിസരത്തെത്തിയപ്പോ ഫഇദന്നാസു ഔസാഉൻ മുതഫരിഖൂൻ, ബുഖാരിയിൽ കാണാം, ജനങ്ങൾ ഛിന്ന ഭിന്നായിട്ട് നിസ്കരിക്കുക. ഒരു മൂലയിൽ ഒരു 4 ആളെ ജമാഅത്ത്, അപ്പുറത്തെ മൂലയിൽ ഒരു 12 ആളെ ജമാഅത്ത്, ഇവിടെ ഒരാൾ ഒറ്റക്ക്, അപ്പുറത്ത് വേറൊരാൾ ഒറ്റക്ക്, ഇപ്പുറത്ത് ഒരു 3 ആളെ ജമാഅത്ത്. ഇങ്ങനെ ഛിന്ന ഭിന്നമായ ഒരു കാണാൻ സുഖകരമല്ലാത്ത ഒരു നമസ്കാര രീതി കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഇടപാടൊരു ഭംഗിയില്ലല്ലോ. കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിവെച്ച് പോയ ഏർപ്പാടാണ്. വീട്ടിൽ നിന്ന് നിസ്കരിക്കാം, പള്ളിയിൽ നിന്ന് നിസ്കരിക്കാം, ഇതൊരു സുഖമില്ലല്ലോ കാണാൻ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, പിറ്റേന്ന് ഖാരിആയ ഹാഫിളായ സ്വഹാബി വര്യൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ഇമാമത്തിന്റെ ചാർജ് കൊടുത്തു. നിങ്ങൾ ഇമാമത്ത്, എല്ലാവരും നിങ്ങളെ പിറകിൽ തുടർന്ന് നിസ്കരിക്കട്ടെ, ആദ്യത്തെ ഏർപ്പാടിന് വേണ്ട. പിന്നെ അങ്ങനെയായി. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇമാമ്, മദീന പള്ളിയിൽ സഹാബത്തൊക്കെ മഅ്മൂമീങ്ങളായിട്ട് ഒറ്റ ജമാഅത്ത്.
പിന്നെ ഒരു രാത്രിയിൽ റമദാനിൽ തന്നെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഈ കാഴ്ച കണ്ടു. നല്ല ഭംഗിയിൽ ഒരാൾ ഇമാമ് നിൽക്കുന്നു, മറ്റുള്ളവരൊക്കെ തുടർന്ന് നിസ്കരിക്കുന്നു. ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, നിഅമൽ ബിദ്അത്തു ഹാദിഹി, നിഅമൽ ബിദ്അത്തു ഹാദിഹി, അല്ലാഹുവിന്റെ റസൂൽ കാണിക്കാത്ത ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബിദ്അത്ത് എത്ര നല്ല ബിദ്അത്താണ്. ചിലർ പറയും ബിദ്അത്ത് നല്ലതും ചീത്ത, അങ്ങനെയൊന്നും ഇല്ല, ഒക്കെ മോശ നരകത്തിലേക്കാണ്. അതൊക്കെ വിവരക്കേടാണ്. ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമല്ലാത്ത, ഞാൻ ഈ വിഷയത്തിലൂടെ കടന്നു പോവല്ല, സാന്ദർഭികമായി ഉണർത്തുക മാത്രമാണ്. ഇങ്ങനെ മഹാന്മാർ വിശുദ്ധ റമളാനിനെ സ്വീകരിക്കുകയും ആവേശത്തോടെ വരവേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം റമളാൻ വരുമ്പോ ഇനിയിപ്പോ പകലൊരു മാസം, ഈ ഒരു ചിന്തയാണോ? ഈമാനിലൂടെ കുഴപ്പമുണ്ട്. ഒരു ആത്മപരിശോധനയിലൂടെ ആ പോരായ്മ നികത്താനുള്ള പരിശ്രമം വേണമെന്നാണ് ആ മുഖമായി ഉണർത്താനുള്ളത്. റമളാൻ നാമൊക്കെ വ്രതശുദ്ധിയിലാണ്, നോമ്പ് പിടിച്ചിരിക്കുകയാണ്, ഉപവാസത്തിലാണ്. വാസ്തവത്തിൽ നമ്മുടെ ഈ നോമ്പ് ഒരു കർമ്മമല്ലല്ലോ. നമസ്കാരം ഒരു കർമ്മ, കുറെ ഇടപാട് ചെയ്യാണ്ട്. സക്കാത്ത് ഒരു കർമ്മമാണ്, മനസ്സ് വെറുക്കുന്ന ഏർപ്പാട് ചെയ്യാണ്ട്. ഹജ്ജ് മുഴുവൻ കർമ്മങ്ങളാണ്, പ്രവർത്തിക്കാണ്ട്. നോമ്പിലെന്താ കർമ്മമുള്ളത്? ഉള്ള കർമ്മവും നിർത്തിവെക്കുക. നോമ്പല്ലാത്ത കാലത്ത് നാം ചെയ്യുന്ന നല്ല കാര്യം, ആരോഗ്യ സംരക്ഷണത്തിന് നാം ചെയ്യുന്ന ഭക്ഷണപാനീയങ്ങൾ പോലും ഉപേക്ഷിക്കുന്ന പ്രക്രിയയാണ് നോമ്പ്. നിഷ്കർമ്മമാണ് യഥാർത്ഥത്തിൽ നോമ്പ്, കർമ്മല്ല. പിന്നെ എന്താണ് നോമ്പ്? യഥാർത്ഥത്തിൽ എൻട്രൻസ് ആണ്, വഴിയാണ്, എൻട്രൻസ് ആണ്. എന്തിനുള്ള എൻട്രൻസ്? യഥാർത്ഥ ഇബാദത്തിലേക്കുള്ള എൻട്രൻസ് ആണ് നോമ്പ്. യഥാർത്ഥ അനുസരണയിലേക്കുള്ള വഴിയാണ് നോമ്പ്. യഥാർത്ഥ ആരാധനയിലേക്കുള്ള വഴിയാണ് നോമ്പ്. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ലികുല്ലി ഷൈഇൻ ബാബുൻ വബാബുൽ ഇബാദത്തി അസ്സൗം. എല്ലാ വസ്തുക്കൾക്കും വഴിയുണ്ട്, വാതിലുണ്ട്. ഇബാദത്തിന്റെ വാതിൽ, ഇബാദത്ത് എന്ന് പറയുന്ന അനുഗ്രഹീതമായ പ്രവർത്തനത്തിലേക്കുള്ള കവാടം, എൻട്രൻസ് ആണ് അസ്സൗമു, നോമ്പ്. കുറ്റമറ്റ ഇബാദത്ത്, അല്ലാഹു കബൂലാക്കുന്ന, സ്വീകരിക്കുന്ന, പാരത്രിക ലോകത്ത് നന്മയുടെ അക്കൗണ്ടിൽ രേഖയാക്കപ്പെടുന്ന ഇബാദത്തിലേക്കുള്ള എൻട്രൻസ് ആണ് നോമ്പ്. അപ്പൊ ഈ എൻട്രൻസ് എഴുതിയ എന്ത് കിട്ടും? യഥാർത്ഥ ഇബാദത്തിനുള്ള ചാൻസ് കിട്ടും. IAS IPS എൻട്രൻസ് ആണല്ലോ പ്രധാനം. അത് കിട്ടിയാൽ പിന്നെ ഗവൺമെന്റ് ഈറ്റിപ്പോറ്റിയിട്ട് ആൾക്ക് ആ ഡിഗ്രി കൊടുക്കും. എൻട്രൻസ് ആണ് പ്രധാനം. നോമ്പാകുന്ന എൻട്രൻസിൽ വിജയിച്ചാൽ ഇബാദത്ത് സമ്പൂർണമായി. നമ്മുടെ അവസ്ഥ ഒരു പരിശോധന നടത്തിയാൽ എന്താ ഇവിടെ ഉള്ളത്? നാം യഥാർത്ഥ ഇബാദത്തിലേക്കുള്ള എൻട്രൻസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതെപ്പോഴാ തീരുക? ശവ്വാലിന്റെ പൊന്നമ്പിളി ഉദിച്ചാൽ ഇത് തീരും, എൻട്രൻസിന്റെ ചാൻസ് തീരും. അപ്പോൾ നമുക്ക് ആരാധനകൾക്ക് ആവേശം കൂടുന്നുണ്ടോ, താല്പര്യം വർദ്ധിക്കുന്നുണ്ടോ? ഒരു പരിശോധന. ഈ എൻട്രൻസ് പൂർണ്ണമാകുമ്പോ ആരാധനകൾക്ക് നമുക്ക് ആവേശം കൂടുന്നോ അതോ ചോർന്നു പോകുന്നോ? ഏറ്റവും അധികം ആളുകൾ ജുമുഅക്ക് വരുന്ന വെള്ളിയാഴ്ച, ഒരു വർഷത്തിലെ വെള്ളിയാഴ്ച ഏതാ? ഒരുപാട് വെള്ളിയാഴ്ച ഉണ്ടല്ലോ ഒരു കൊല്ലത്തില്. ഏറ്റവും അധികം ആളുകൾ പള്ളിയിൽ വരുന്ന വെള്ളിയാഴ്ച ഏതാ? റമദാൻ അവസാനത്തെ വെള്ളിയാഴ്ച. പത്രങ്ങളൊക്കെ എഴുതാറില്ലേ? മുസ്ലിങ്ങളുടെ പള്ളിയൊക്കെ നിറഞ്ഞു, റോട്ടിലേത് നിസ്കാരം. ടൗൺ പള്ളിയല്ല, എല്ലാ പള്ളിയിലും നിറയെ ആളുകളായിരിക്കും റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച, അല്ലെ? ഏറ്റവും കുറവൊരു വർഷത്തിൽ ജുമുഅക്കാൾ ഏത് വെള്ളിയാഴ്ചയായിരിക്കും? റമദാൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച, ശവ്വാലിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, അല്ലേ? അല്ലേ? ഇത് എങ്ങോട്ടാ ഈ ആളുകളൊക്കെ പോകുന്നത്? ആകാശത്ത് ജുമുഅ കൂടാൻ പോവാണ്. എവിടെ ആളുകൾ പോകുന്നത്? സത്യത്തിൽ ടൗണിൽ മാത്രം, എല്ലാ സ്ഥലത്തും നിങ്ങൾ നോക്കൂ. പെരുന്നാൾ കഴിഞ്ഞാൽ ഈ എൻട്രൻസിലാണ് വിജയിച്ചാല് പിന്നെ കാണാ ഇബാദത്തിലൊരു തളർച്ച. എന്താ കാരണം എന്നറിയാം നിങ്ങൾക്ക്? പെരുന്നാളിന്റെ മയക്കൊന്നുമല്ല, എല്ലാ പാപവും റമദാനിലൂടെ പൊറുക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ പടച്ചവനോട് എന്തെങ്കിലും പറയണമെങ്കിൽ കുറച്ച് കുറ്റൊക്കെ ആയിട്ട് വേണ്ടേ? ഈ ഒരു ചിന്താഗതിയാണ്. കുറച്ച് കുറ്റൊക്കെ ഉണ്ടായിട്ട് വേണ്ട ഇനി ഒന്ന് പള്ളിയിൽ പോവാൻ, ഈ ഒരു കാഴ്ചപ്പാട്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ ഈ വ്രതശുദ്ധിയിലൂടെ
അള്ളാഹുവിലേക്കുള്ള കവാടം ഒരുങ്ങുകയാണ്, തുറക്കപ്പെടുകയാണ്. യഥാർത്ഥ ഇബാദത്തിലേക്കുള്ള കവാടം തുറക്കപ്പെടുകയാണ്. എത്ര വലിയ പാപിയാണെങ്കിലും കുറ്റവാളിയാണെങ്കിലും വ്രതശുദ്ധിയോടെ നിലകൊണ്ടാൽ, യഥാവിധി നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇബാദത്തിലേക്കും അല്ലാഹുവിലേക്കും അതുവഴി നോമ്പ് വഴി കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കും. ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനാകും. താബിഉകളുടെ കാലത്ത് മഹാനായ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, സഹ്ൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം, സഹ്ൽ റളിയല്ലാഹു അൻഹു കുടുംബസമേതം യാത്ര ചെയ്യുകയാണ് മരുഭൂമിയിലൂടെ. അന്ന് യാത്ര വളരെ പ്രശ്നമാണ്. വഴിയിലൊക്കെ കൊള്ളക്കാരുണ്ടാകും, പിടിച്ചു പറിക്കാരുണ്ടാകും. കുടുംബസമേതം ബാണ്ടക്കെട്ടുകളോടെ സഹ്ൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവും കുടുംബവും അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കെ വഴിവക്കിൽ വെച്ച് അവർ കൊള്ളയടിക്കപ്പെട്ടു. കൊള്ളക്കാർ വന്ന് അവരുടെ നാണയങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളുമൊക്കെ കൊള്ളയടിച്ചു. എല്ലാം അവർ പിടിച്ചു പറിച്ചു. അവരുടെ മുന്നിൽ വെച്ചു തന്നെ, സഹ്ൽ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് തന്നെ കൊള്ളക്കാർ ഭാണ്ഡക്കെട്ടഴിച്ചിട്ട് അതിലുള്ള ഭക്ഷണം അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഭക്ഷിക്കാൻ തുടങ്ങി. ആ സമയത്ത് കൊള്ളത്തലവനായ നേതാവ് ഒരു മൂലയിലേക്ക് മാറി നിൽക്കുന്നു. അയാളൊന്നും കഴിക്കുന്നില്ല. സഹ്ൽ റളിയല്ലാഹു അൻഹുവിന് ബേജാറില്ല, സങ്കടമില്ല. റബ്ബ് വിധിച്ചത് ഈ സ്വത്തൊക്കെ ഇവര് കൊണ്ടുപോകാനായി, എനിക്കതിൽ പരാതിയില്ല. മാറി നിന്ന് വീക്ഷിക്കാൻ ഇവര് തിന്നുന്നതൊക്കെ. അപ്പോഴാണ് കൊള്ളത്തലവൻ ഒരു മൂലയിലേക്ക് മാറി നിൽക്കുന്നത് കണ്ടത്. സഹ്ൽ തങ്ങൾ ചോദിച്ചു, കൊള്ളക്കാരോട് ചോദിച്ചു, എന്തേ നിങ്ങളെ നേതാവിന് ഭക്ഷണം വേണ്ടേ? അയാള് മാത്രം മാറി നിൽക്കുകയാണല്ലോ. കൊള്ളക്കാർ ചെന്ന് നേതാവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തേ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? കൊള്ളത്തലവൻ മറുപടി പറഞ്ഞു, അത്രേ, ഇന്ന് വ്യാഴാഴ്ച ദിവസമല്ലേ, എല്ലാ വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഒരു ശൈലി എനിക്കുണ്ട്. അത്റുകു ബൈനി വബൈന റബ്ബി ബാബൻ ഇലല്ലാഹ്, അത്റുകു ബൈനി വബൈന റബ്ബി ബാബൻ ഹത്താ അദ്ഖുല ഫീഹി യൗമം മാ. എന്റെയും റബ്ബിന്റെയും ഇടയിൽ ഞാനൊരു വാതിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പുറത്തുള്ളത്. ഇപ്പൊ എന്റെ കാര്യം പുകയുമാണ്, കഷ്ടാണ്. പക്ഷേ ഒരു വാതിൽ ഞാൻ റെഡിയാക്കി വെക്കുകയാണ്. ഹത്താ അദ്ഖുല ഫീഹി യൗമം മാ, ഏതെങ്കിലും ഒരു ദിവസം ആ വാതിലിലൂടെ ഞാൻ പ്രവേശിച്ച് എന്റെ റബ്ബിലെത്തും. അതിന് നോമ്പെന്ന വാതിൽ ഞാൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും ഞാൻ നോമ്പ് പിടിക്കാറുണ്ട്. കൊള്ളത്തലവൻ, ആള് കള്ളനാണെങ്കിലും നോമ്പ് പിടിച്ചിരിക്കുക. 2 വർഷങ്ങൾക്ക് ശേഷം മഹാനായ താബിഈ സഹ്ൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് ചെന്നപ്പോൾ കഅബാലയത്തിന്റെ തില്ല പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ടൊരു വിശ്വാസി. മഹാനായ സഹ്ൽ തങ്ങൾ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ വിഭവങ്ങളെല്ലാം ധനമെല്ലാം അപഹരിച്ച കൊള്ള സംഘത്തിന്റെ നേതാവായ മനുഷ്യനാണ് കഅബയുടെ തില്ല പിടിച്ച് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അത്തഅരിഫുനി, വല്ല പരിചയമുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അത്രേ, പരിചയമുണ്ട്. നിങ്ങൾ എനിക്ക് മാപ്പ് നൽകണം, നിങ്ങൾ എനിക്ക് പുറത്തു തരണം. നിങ്ങളുടെ ധനം അപഹരിച്ച കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നല്ലോ. ഞാനൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും ഞാൻ അന്നു പറഞ്ഞല്ലോ, റബ്ബിലേക്കുള്ളൊരു കവാടം ഞാൻ കരുതി വെക്കുകയാണെന്ന്. ആ കവാടം നോമ്പായിരുന്നല്ലോ. ആ നോമ്പെന്ന കവാടത്തിലൂടെ പ്രവേശിച്ച് ഞാനിന്ന് റബ്ബിന്റെ മുന്നിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. എല്ലാവിധ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും ഞാൻ മാറി നിന്നിരിക്കുകയാണ്. എന്റെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി നിരന്തരം ഞാൻ റബ്ബിനോട് കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ RSP പാർട്ടിയും ചിലപ്പോ രക്ഷപ്പെടും. റമദാൻ സ്പെഷ്യൽ പാർട്ടി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എങ്ങനെ? ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചാല് എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് പടച്ചാൻ സൽബുദ്ധി തരും എന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ മരണത്തിന് മുമ്പ് അള്ളാഹു ഇബാദത്തിലേക്കുള്ള എൻട്രൻസായി ഈ നോമ്പിനെ സ്വീകരിച്ചേക്കാം. സർവോപരി
ഈ മാസം സർവീസ് കാലമാണെന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ പുതുമാപ്പിന്റെ കാലമാണെന്ന് പറഞ്ഞു. സർവോപരി ഇത് സുഹൃദിന്റെ ട്രെയിനിങ് സെന്ററാണ്. സുഹൃദിന്റെ ട്രെയിനിങ് സെന്ററാണ്. എന്താണ് സുഹൃദ്? ത്യാഗം. വെറും ത്യാഗമല്ല, ഭൗതിക വിരക്തിയുടെ ത്യാഗം. എന്ന് വെച്ചാൽ ദുനിയാവിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഇവിടത്തെ പണത്തിന്റെയും പ്രതാപത്തിന്റെയും പവർ നാം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നാം ഈ ദുനിയാവിൽ നിന്ന് കൈവലിച്ചുകൊണ്ട്, ഈ ദുനിയാവിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന നാം ആ പിടുത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മാറി ചിന്തിക്കലാണ് യഥാർത്ഥത്തിലുള്ള ഭൗതിക വിരക്തി. അതാണ് സുഹൃദ്. ആ സുഹൃദിന്റെ ട്രെയിനിങ് സെന്ററാണ് വിശുദ്ധ റമളാൻ. അതെ, ത്യാഗം പരിശീലിപ്പിക്കുകയാണ്. ത്യാഗം പരിശീലിപ്പിക്കുകയാണ്. എങ്ങനെ? അനുവദനീയമായ ഭക്ഷണം, പാനീയം അത് കഴിക്കാനും ഉപയോഗിക്കാനും സൗകര്യമുണ്ടായിട്ടും അതങ്ങ് മാറ്റിവെച്ചുകൊണ്ട് വർജിച്ച് മനസ്സിന് ത്യാഗം പരിശീലിപ്പിക്കുകയാണ് നോമ്പ്. അനുവദനീയമായ ഭക്ഷണം, അനുവദനീയമായ പാനീയങ്ങൾ, അനുവദനീയമായ ലൈംഗിക സുഖം, ഇത് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അതങ്ങ് വർജിച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് മനസ്സിനെ ട്രീറ്റ് ചെയ്യാണ്, ത്യാഗം പരിശീലിപ്പിക്കുകയാണ് ഈ വ്രതത്തിലൂടെ, റമളാൻ നോമ്പിലൂടെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതാണ്.